ഹലോ, ലെറ്റ്സ് ഗോ ടു ഉറുമ്പിക്കര. ഉറുമ്പിക്കര എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 13 or 14 കിലോമീറ്റേഴ്സാണ് കൂട്ടിക്കൽ നിന്ന്. അപ്പോൾ നമ്മളൊരു ഈവനിങ് ഇറങ്ങി. ദുഃഖവെള്ളി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. പോണ വഴിയൊക്കെ അടിപൊളി മൂടൽമഞ്ഞൊക്കെ ആയിരുന്നു. പിന്നെ പോണ വഴി കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയൊക്കെ പോയത് ചെറിയ ഡിസ്റ്റൻസിൽ ഓഫ് റോഡേ ഉള്ളായിരുന്നു. പക്ഷെ നമ്മളെ ഉറുമ്പിക്കര വെൽക്കം ചെയ്തൊരു അടിപൊളി സീനിക് ബ്യൂട്ടി വെച്ചായിരുന്നു. ഏത് ഫ്രെയിമിൽ ഫോൺ വെച്ചാലും അടിപൊളിയായിരുന്നു. ഇത് പിന്നെ മയിലാന്ന് പറഞ്ഞ് അതിച്ച് കാണിച്ചു തന്നതാണ്. പക്ഷെ അതൊരു കാട്ടുകോഴിയായിരുന്നു. പിന്നെ നിങ്ങൾ കുട്ടിക്കാനം വാഗമണൊക്കെ പോയി മടുത്തവരാണോ? ജസ്റ്റ് കം ടു ഉറുമ്പിക്കര. അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റാണ്. മഴയൊക്കെ വരുമ്പം മഞ്ഞ് മൂടിയിട്ട് നമുക്ക് ജസ്റ്റ് കാറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മീൻസ് മഞ്ഞ് കാരണം കാണത്തില്ല, അതുപോലെ മഞ്ഞായിരുന്നു. പിന്നെ അധികം ഒട്ടും തിരക്കില്ലായിരുന്നു. നമ്മൾ ക്രൗഡഡ് ഏരിയാസ് ആഗ്രഹിക്കാത്ത എൻ്റെ ബ്രദറിനെ പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന അടിപൊളിയായിരിക്കും, നല്ല രസമാണ്. പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കുന്ന പോലെ അവർ നമ്മളെ കണ്ടപ്പോൾ അവിടുത്തെ കടയിലെ പിള്ളേർ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു ചുമ്മാ. പിന്നെ ഇത് അവിടുത്തെ ഒരു ചായക്കടയാണ്, ഒരു ചായക്കടയേ ഉള്ളൂ. പിന്നെ ഇറങ്ങി വരുമ്പോൾ വേറൊരു ചായക്കടയേ ഉള്ളൂ അവിടെ. അപ്പോൾ ഈ ചായക്കടയാണ് അവിടുത്തെ മെയിൻ. അവിടെ നമ്മൾ ചായയും കോഫിയും കട്ടൻ കാപ്പിയും എല്ലാം കുടിച്ച് സ്നാക്സും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ആ ചേട്ടനൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ച്. പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ അധികം ആൾക്കാരില്ലായിരുന്നു. പിന്നെ ഇറങ്ങാറായപ്പം അവിടെ നിന്ന് കുറച്ച് റൈഡേഴ്സൊക്കെ വന്നായിരുന്നു ബൈക്കിൽ. അളിയൻ്റെ ചായക്കട എന്നാണ് ആ കടയുടെ പേര്. പിന്നെ ഒരു 1 hour നമ്മളവിടെ നിന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു. ഒരു 5:30 ഒക്കെ ആയപ്പോഴേ ഇതുപോലെ ഭയങ്കര മൂടി ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് കാണാൻ പറ്റാത്ത പോലെ അതുപോലെ മഞ്ഞായിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാവരോടും ബൈക്ക് പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ആ ചേട്ടൻ്റെ വീടും അതിന് തൊട്ടടുത്ത് തന്നെയാണ് വീടും. കടയുടെ ജസ്റ്റ് സൈഡിൽ തന്നെയാണ്. പിന്നെ നമ്മൾ കയറി പോകുമ്പോഴേ അവിടെ ഒരു കൊക്കോ മരം കണ്ടായിരുന്നു. അപ്പം ഞാൻ കൊക്കോ ഇതുവരെ കഴിച്ചിട്ടും കണ്ടിട്ടുമില്ല. അപ്പം അവിടെ നിന്ന് അത് അവരോട് ചോദിച്ചിട്ട് പറിച്ചു. പിന്നെ പനിക്കൂർക്കയുടെ ഇലയും പറിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ റിസോർട്ടുണ്ട്, ഒരു റിസോർട്ട് ഞാൻ കണ്ടുള്ളൂ. പിന്നെ കുറേ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും, രാവിലെയൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു കാഴ്ച ബോയ്സ് എസ്റ്റേറ്റ്, മുണ്ടക്കയത്ത് ബോയ്സ് എസ്റ്റേറ്റ് വഴി പോകുമ്പോഴും കാണാം. ഇവിടെ മിക്കപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പശുവൊക്കെ റോഡിൽ തടസ്സമായിട്ട് നിൽക്കണം പോകാൻ നേരത്ത്. കോമഡിയാണ്, രസമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.